നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ അമ്മ. മോളെ, നീ എവിടെയാ? സ്കൂളിൽ കണ്ടില്ലല്ലോ. ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിലാ അമ്മേ. ഫ്രണ്ടിന്റെ വീട്ടിലോ? അതെ അമ്മേ, എന്റെ ഫ്രണ്ടിനെ ചിലർ തട്ടിക്കൊണ്ടുപോകാൻ നോക്കി. അവളെ രക്ഷിച്ച് അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുക. തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയെന്നോ? മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ. എന്റെ ഫ്രണ്ടിനെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയത്. നീ ഇതിപ്പോ എവിടെയാ? പറഞ്ഞില്ലേ അമ്മേ, ആ ഫ്രണ്ടിന്റെ വീട്ടിലാ. അതെവിടെയാ? സ്ഥലം എനിക്കറിയില്ല അമ്മേ. പോലീസ് അങ്കിളാ കൊണ്ടുവന്ന എന്നെ. വിഷ്ണു, നീ ആ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുത്തേ. അമ്മ, ഞാൻ ഫോൺ ഒരാൾക്ക് കൊടുക്കാവേ. ഹലോ മാഡം. ഈശ്വര, അപ്പൊ സ്വന്തം കൂടെപ്പിറപ്പിനെയാണോ സത്യ രക്ഷിച്ചത്? മാഡം വലിയൊരാളാ. ഈ പ്രായത്തിൽ തന്നെ ഇത്രയും മൂല്യവും ധൈര്യമൊക്കെ ഈ മോളുടെ ഉള്ളിൽ നടക്കണമെങ്കിലേ മാഡം തീർച്ചയായിട്ടും വലിയൊരാള് തന്നെയാ. മിടുക്കിയവള്. അല്ലേ? മിടുമിടുക്കിയ. വിഷ്ണുട്ടാ, വിഷ്ണുവേട്ടന്റെ മോള് തന്നെയാ ആ മിടുമിടുക്കി. ഹലോ മാഡം, തോന്നും മിണ്ടാത്ത? ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ആ മോനെ, ആ ഫോണിങ് തന്നെ. മോളെ, പറയൂ. ഇത്രയും ചെറുതായിരിക്കുമ്പോഴേ ഇവൾ ഇത്ര ധൈര്യം കാണിക്കണമെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല മോളെ. സത്യഭാമയുടെ പേരക്കുട്ടിയെ അവള് രക്ഷിച്ചത്. അതിനെങ്ങനെയാ? പപ്പിയെ രക്ഷിച്ചതും സത്യമ്മയുടെ പേരക്കുട്ടി തന്നെയാ. സത്യമ്മ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല മോളെ. ഉറ്റവർക്ക് ആപത്ത് പറ്റിയാലും തിരിഞ്ഞു നോക്കാത്ത കാലോ ആ സ്ഥാനത്താ മോടെ മോള്. അത് വലിയ കാര്യം മോളെ. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അത്രയ്ക്ക് നന്ദി പറയാനൊന്നുമില്ല. ആപത്തിപ്പെടുന്ന ആർക്കു വേണ്ടിയും അവൾ അത് തന്നെ ചെയ്യും. ഈ കുഞ്ഞിനെ കാണുമ്പോ എനിക്കെന്തോ ഒരു അദൃശ്യ ബന്ധമുള്ളതുപോലെ തോന്നിപ്പോവാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ സാറ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ജീവ നിത്യ നല്ല കുട്ടിയാ. ഇതെന്താടാ ഇവരെ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നേ? അകത്തേക്ക് വിളിക്കുന്നില്ലേ? അതിനും എന്താ ഞങ്ങള് തന്നെ വരണോ? അതിന് ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ വീട്ടിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും ആചാരങ്ങളുടെ ഒരു പട തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെ? മോള് വാ. വേണ്ട, അകത്തേക്ക് കയറുന്നില്ല. എന്തു പറ്റി? വേറെ ഒന്നും തോന്നണ്ട. പണ്ടുകാലം പോലെ ശീലിച്ചു വരുന്നൊരു കാര്യ. താലികെട്ടിന് ശേഷം മാത്രമേ ഭർത്താവിന്റെ വീട്ടിലൊരു പെൺകുട്ടി കാലുകുത്താവൂ എന്നുള്ളത്. അതൊക്കെ ഇപ്പൊ ആരെങ്കിലും നോക്കുമെങ്കിലേ?
നോക്കുന്നവരുണ്ട്, നോക്കാത്തവരുണ്ട്. എനിക്ക് പഴയ ആചാരങ്ങളൊക്കെ പാലിച്ച ശീലം. അല്ല, ഇതിൽ പരിഭ്രമിക്കുന്ന കാര്യമൊന്നുമില്ല. ഞാനും മോളും ഇവിടെ അടുത്ത് എവിടെയെങ്കിലും മുറിയെടുത്ത് അവിടെ നിന്നോളാം. അവിടുന്ന് അമ്പലത്തിലേക്ക് വരികയും ചെയ്യാലോ. അതെന്തായാലും ഒരു മര്യാദയല്ലല്ലോ. അല്ല, എന്റെ രീതിയിൽ പറഞ്ഞാല് ഇതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. മനുഷ്യന്റെ സൗകര്യങ്ങളാണ് പ്രധാനം, അല്ല സുജാതെ? നിത്യയുടെ അച്ഛൻ തന്നെ പറയട്ടെ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നേക്കാൾ കൂടുതൽ പാലിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് സുജാത എന്ന് എനിക്കറിയാം. അല്ലായിരുന്നെങ്കിൽ ആഗ്രഹപൂർത്തീകരണത്തിന്റെ ഭാഗമായി ദീപം എടുത്ത് മല ചവിട്ടില്ലായിരുന്നല്ലോ. ചില വിശ്വാസങ്ങൾ മനസ്സിൽ ഉറച്ചുപോയാ തിരുത്താൻ പ്രയാസ. പിന്നെന്താ ചെയ്യാ? അതങ്ങനെ തന്നെ കിടന്നോട്ടെന്ന് കരുതും, അല്ലേ? ആചാരങ്ങളൊന്നും ലംഘിക്കണമെന്ന് ഞാൻ പറയില്ല. ഇത് എന്ത് കഷ്ടമാമേ. നിത്യേജി ഉമ്മർത്ത് വരെ വന്നിട്ട് പടി ചവിട്ടാൻ നേരത്തെ ഒരു ആചാരം. ഇതേ നോക്ക്, നിത്യേജിക്ക് വളരെ വിഷമമായി. എനിക്കൊരു വിഷമവുമില്ല. അച്ഛൻ പറഞ്ഞത് എന്തായാലും അത് ഞാൻ അനുസരിക്കും. അച്ഛാ, ഇവിടെ അടുത്തെവിടെയെങ്കിലും നല്ല ഹോട്ടലിൽ വിളിച്ചു പറയട്ടെ. ആന്റി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സത്യത്തിൽ ഇപ്പോ എല്ലാവരുടെയും ടെൻഷൻ എന്താ? നിത്യ ഒരുപാട് ദൂരെ പോയി താമസിക്കാൻ പാടില്ലെന്നല്ലേ? ഇവർക്ക് താമസിക്കാൻ എന്റെ വീട്ടിലെ സൗകര്യങ്ങൾ മതിയെങ്കിൽ ഇവരെന്റെ കൂടെ പോന്നോട്ടെ. അത് വേണ്ട. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ജീവ, സന്തോഷമുള്ളൂ. എന്നാ പിന്നെ അത് തന്നെയാ നല്ലത്. ഇവിടുന്ന് നോക്കിയാ സാറയുടെ വീട് നമുക്ക് കാണാലോ. അമ്മയ്ക്കാണെങ്കിൽ എളുപ്പാ നിത്യേച്ചിയെ കണ്ടോണ്ടിരിക്കാൻ. എനിക്കല്ല, നിന്റെ ഏട്ടനാണ് എപ്പോഴും കണ്ടോണ്ടിരിക്കേണ്ടത്. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം. അതാവുമ്പോ ആചാരങ്ങൾക്കും പ്രശ്നമില്ലല്ലോ. സാറമോള് നമ്മുടെ വീട്ടിലെ കുട്ടി തന്നെയല്ലേ? നിത്യ, അപ്പോ ഇന്ന് അച്ഛനും നിത്യം അവിടെ. എനിക്ക് നിത്യയോട് കുറച്ച് സംസാരിക്കുകയും ചെയ്യാലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് ചിരിക്കണോ കരയണോ എന്ന് പോലും അറിയാത്ത അവസ്ഥയില്ല. കുഞ്ഞിന് പെട്ടെന്നൊരു വയ്യായിക വന്ന ഓട്ടോ പിടിക്കാൻ പോലും കാശില്ലാത്തവന് എന്ത് ദുരഭിമാനം. മറ്റുള്ളവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത്. എന്റെ കാര്യത്തിന് മറ്റൊരാളെ ആശ്രയിക്കരുത്. ഈ രണ്ട് കാര്യവും എനിക്ക് നിർബന്ധമായിരുന്നു. ചില സാഹചര്യത്തില് നമ്മുടെ വ്യക്തിത്വവും തീരുമാനവും എല്ലാം മാറ്റേണ്ടി വരുമല്ലോ. അതിൽ നിന്നുണ്ടായത് ഇതെല്ലാം. അനുപേട്ടൻ ഇനി ആ കാശിന്റെ കാര്യം പറഞ്ഞ് വിഷമിക്കരുത്. അനുപേട്ടനും ബാക്കിയുള്ളവരും വിഷമിക്കുന്നത് കാണാൻ വയ്യാത്തോണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. അർച്ചന ഇല്ല എന്നോട് പറഞ്ഞു. സച്ചിയെ പൈസ കൊടുത്ത് ഞങ്ങളെ സഹായിച്ചതല്ലേ? ആരാണെന്ന് തിരിച്ചറിയാതെ വലിയൊരു തെറ്റിദ്ധാരണയിലായിരുന്നു ഞങ്ങൾ ഇത്രയും നാള്. അറിവില്ലായ്മ കൊണ്ട് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചത് ഞാനാ. ഈ പൈസയുടെ പേരിൽ പഴി കേൾക്കേണ്ടി വന്നപ്പോഴൊന്നും ഞാൻ അറിഞ്ഞില്ല സച്ചിയാണ് പൈസ കൊടുത്തേന്ന്. നന്ദി എങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടെന്ന് അറിയില്ല. അടുത്തത് അനുപേട്ടനോട് നിങ്ങളോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇതൊരു വലിയ മഹത്തരമായ കാര്യമാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എന്റെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും സ്വന്തം വീട് വിട്ട് നടുറോഡിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്നൊരു അവസ്ഥ വന്നപ്പോ ഞാൻ ചെലവാക്കിയ കാശിന് എന്തിനാ നിങ്ങൾ എന്നോട് നന്ദി പറയുന്നേ? ഇവിടെ വെച്ച് നമ്മളിത് വിടുവാണേ. ഇനി ഈ കടം തീർത്ത കാര്യം ആരും പറയരുത്. ഇല്ല, പറയില്ല. ഞാനിങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനാണ്. സമയം കിട്ടുമ്പോൾ ഒരു ദിവസം സച്ചിയും അച്ഛനും കൂടെ വീട്ടിലേക്ക് വരണം.
നിങ്ങൾ മാത്രമല്ല, സന്ദീപിനെയും ആതിരയും കൂട്ടണം. നമുക്കെല്ലാവർക്കും കൂടെ ഒരു ദിവസം അവിടെ കൂടാം. അത് ഡബിൾ ഓക്കെ. നമ്മളെല്ലാവരും ഫ്രീ ആവുന്ന ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, 1-2 സ്ഥലത്ത് കൂടി പോകാനുണ്ട്. ശരി അനുവേട്ടാ. ആ പോട്ടെ മോളെ. ആതിരയും സന്ദീപും അവിടെ? അവള് കുളിക്കുക. ആ, അവരോട് പറഞ്ഞേക്ക് ഞാൻ ഇറങ്ങിയെന്ന്. എടുത്തി അനുപേട്ടാ, ഒരു മിനിറ്റ്. ആ ഇതിന്റെ പേരും പറഞ്ഞ ഇപ്പൊ തന്നെ അന്ത്യടുത്തോടും എനിക്കോടും ഒന്നും വഴക്കിന് പോവല്ലേ. നീ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഞാനൊന്നും മിണ്ടുന്നില്ല. പക്ഷെ ഇനി ഒരിക്കൽ കൂടി എന്നോട് ഈ പൈസയുടെ പേരും പറഞ്ഞ് വഴക്കിനോ അധിക്ഷേപത്തിനോ വന്ന പിന്നെ നീ എന്നെ തടയരുത്. ഇല്ല, അപ്പ എടുത്തേക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു. എന്നാ ഓക്കെ, ഞാൻ അനുവേട്ടനെ പറഞ്ഞു വിട്ടിട്ട് വരാവേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് പേടിയാവുന്നു. അമ്മേ, എന്നെ രക്ഷിക്കണേ. ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകും? അച്ഛനെ ഞങ്ങളുടെ അടുത്ത് ഞാൻ എങ്ങനെ എത്തും? ആരോടെങ്കിലും സഹായം ചോദിച്ചാലോ? അച്ഛന്റെ പേര് പറഞ്ഞാൽ അറിയാന്നുള്ളവരുണ്ടാവില്ലേ? അങ്കിൾ, ഭഗവാനെ, ശ്രീ മഹേശ്വര, ചെയ്യാത്ത തെറ്റുകൾക്ക് ഞാൻ പഴി കേൾക്കുന്നത് അത് എന്റെ വിധിയായിരിക്കാം. പക്ഷെ മാളു എന്ത് പഴച്ചു? അവളെവിടെയാ ഭഗവാനെ?
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൊള്ളരുതായ്മ മുഴുവൻ ചെയ്തു വെച്ചിട്ട് നീ എന്നെ ശമിക്കുന്നു. ഇത് ശാപോ മോക്ഷോ ഒന്നുമല്ല, എന്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞതാ. എത്രയും പെട്ടെന്ന് എനിക്ക് മാളുവിനെ കണ്ടുപിടിക്കണം. ഞാൻ പോയിട്ട് വരാം. നീ ഇവിടുന്ന് എങ്ങോട്ട് പോവില്ല ഗംഗേ. നിന്നെ അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. മാളുവിനെ കണ്ടുപിടിക്കാനേ മഹിയേട്ടൻ പോയിട്ടുണ്ട്. നാട് മുഴുവൻ പോലീസും അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നീ പോകുന്ന എന്തിനാ? അതും ഈ രാത്രിയില്. എവിടെയാ പോകണ്ടെന്നോ എവിടെയാ തേടേണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ പോയി അന്വേഷിക്കും. മാളു എവിടെയുണ്ടെന്ന് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയോ അത് വലിയൊരു നേട്ടമല്ലേ? നീ നിനക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിട്ടാ ഇവിടുന്ന് പോകുന്നത്. അത് മാളുവിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അതെനിക്ക് ഉറപ്പാ. അങ്ങനെ വെറുതെ ഇവിടുന്ന് രക്ഷപ്പെടാൻ നിന്നെ ഞാൻ സമ്മതിക്കൊന്ന് കരുതണ്ട. എന്റെ സമ്മതമില്ലാതെ നീ ഈ വീടിന്റെ പടി ഇറങ്ങില്ല. കേറി പൊടിയാത്ത ശ്രേച്ചി, വെറുതെ എന്നോട് വഴക്കുണ്ടാക്കാൻ വരണ്ട. ഞാൻ പോവും. എനിക്ക് പോയേ പറ്റൂ. എനിക്ക് മാളുവിനെ കണ്ടുപിടിക്കണം. ഇല്ല ഗംഗ, നീ ഇവിടുന്ന് പോവില്ല. നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. നീ ചെയ്ത കുറ്റത്തിന്റെ ശിക്ഷ നീ അനുഭവിക്കണം. നിന്നെ ഇവിടുന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കണം. അതൊക്കെ മാളുവിനെ കണ്ടു കിട്ടിയില്ലെങ്കിലുള്ള കാര്യല്ലേ? അങ്ങനെ സംഭവിച്ച പിന്നെ എനിക്ക് ജീവിക്കാൻ പോലും താല്പര്യമില്ല. അപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്യോ ജയിലിലിടുവോ എന്ത് വേണേലും ചെയ്തോട്ടെ. ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ. ശ്രേച്ച് എന്നെ തടയാൻ നിൽക്കരുത്. തടഞ്ഞാ നീ എന്ത് ചെയ്യും? എന്നെ തല്ലൂ. എങ്കിൽ അതൊന്ന് കാണണമല്ലോ. എനിക്ക് മാളുടെ കണ്ടുപിടിക്കണം. ഒരു മാളും ഓടി ഇങ്ങോട്ട്. ഞാൻ മാളുവിനെ കൂട്ടിക്കൊണ്ട് വരട്ടെ. കേറണല്ലേ? നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല മോളെ. ഏട്ടൻ വരാതെ നീ ഈ മുറിന്ന് പുറത്ത് പോകുന്ന എനിക്കൊന്ന് കാണണം. ചേച്ചി നിന്നോടല്ലേ കേറാ? കേറല്ലേ പറഞ്ഞേ? കേറടി. ഇനി രാഹുൽ നിന്നെ ഉപദ്രവിക്കാൻ വന്നാൽ രക്ഷിക്കാൻ ഞാൻ വരില്ല. നീ സ്വയം രക്ഷപ്പെടണം. നിന്റെ ഉള്ളിലെ ശക്തി എന്താണെന്ന് നീ തിരിച്ചറിയണം. ശ്രീ മഹേശ്വര, രക്ഷിക്കണേ. എന്റെ നടു ഒടിഞ്ഞെന്ന് തോന്നുന്നു. പോയോ? രക്ഷപ്പെട്ടെന്ന് കരുതണ്ടടി. ഓടിച്ചു തരാൻ ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ പറയാം, ഞാനെല്ലാം പറയാം. പറയാം. അമ്മൂനെ കൊല്ലാനാ ഞാൻ ഈ വീട്ടിൽ കയറിയത്. അമ്മു ടെറസിലുണ്ടെന്നറിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി.
എന്നെ വിളിച്ചു വരുത്തിയത് ആരാണെന്ന് ഒന്നുകൂടി പറടാ. കവിത മേഡം. എടി ദുഷ്ടേ, നിന്നെയാണോടി ഞാൻ സ്നേഹിച്ചത്? നീ നശിച്ചു പോടി. ഇപ്പൊ എന്നെ സ്വാധീനം കൊല്ലാൻ നിന്നെ വിളിച്ചു വരുത്തിയതും ആ സ്ത്രീയാടാ. അതെ, കവിത മേഡം. മഹാപാപി, നൊന്തുപെറ്റ അമ്മയെ നീയായി കൊന്നുകളഞ്ഞില്ലോടി. മോളെ, അവളെ പിടിച്ചോണ്ട് വാ. കഴുത്തെ ഞെരിച്ച് ആ വിഷജന്തുവിനെ എനിക്ക് കൊല്ലണം. പോയി പിടിച്ചോണ്ട് വാടി അവളെ. എന്റെ വസുമതിയെ കൊന്നിട്ട് അവളെ സുഖമായി ജീവിക്കണ്ട. എന്റെ മുന്നിൽ കിട്ടണം അവളെ. പോയി പിടിച്ചോണ്ട് വാടി. പോയി വെള്ളം എടുത്തോട്ടോ. നോക്ക്. പതുക്കെ. ഇരിക്കെ. അച്ഛാ, അച്ഛാ. എന്താടാ നിനക്ക് രക്ഷപ്പെടണമല്ലേ? എനിക്ക് രാത്രി തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം. നിനക്ക് ഞാൻ ചോദിക്കുന്ന പണം തരാം. ഓക്കെ, നീ എന്നെ കൊച്ചിയിലൊന്ന് എത്തിച്ചാൽ മതി. ഓക്കെ, 10 മിനിറ്റ്സിനുള്ളിൽ ഞാൻ എത്തും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ലച്ചു, എന്റെ അടുത്തേക്ക് വരരുത്. ആ നിമിഷം ഇവിളെയും കൊന്ന് ഞാനും ചാവും. വിടന്നെ. അനങ്ങി പോരുത്. ഇത് തോക്കാടി. ഞാൻ എന്തും ചെയ്യും. അവളെ വിടടി. ഒച്ച വച്ചാൽ ഞാൻ ഇവളെ തീർക്കും. ആരും ചലിച്ചു പോരുത്. നിങ്ങൾ അവളെ പിടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാനാ? സഞ്ജു പോലീസിനെ വിളിച്ചു കഴിഞ്ഞു. ഉടൻ തന്നെ ഇവിടെ പോലീസ് എത്തും. കീഴടങ്ങുന്നത് നിങ്ങൾക്ക് നല്ലത്. അനങ്ങി പോരുത്. ഒരുത്തനും കവിതയെ ഒരു ചുക്കും ചെയ്യില്ല. ഇനി ഒരടി മുന്നോട്ട് വച്ച ഇവളുടെ തലച്ചോറ് ചിതറും. എനിക്കിനി നോക്കാനൊന്നുമില്ല. അതെടി, എല്ലാത്തിനെയും ഞാൻ കൊല്ലും. തോറ്റു കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. മാറിക്കടാ. മാറ. എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. ആരും അടുത്ത് വരരുത്. നടക്കടി. നടക്കാൻ. നടക്ക. നടക്കടി. നിക്കാറ. പോ. എല്ലാത്തിനെയും ഞാൻ തീർക്കും. ഓ, വണ്ടി എടുക്കാം. എങ്ങനെയെങ്കിലും അവൾ പോയത് രക്ഷപ്പെടുത്തും. സഞ്ജു കേറ്.
അച്ഛ 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 കണ്ണു ഉറക്കച്ച അച്ഛ അച്ഛ അയ്യോ ശ്രീദേവിയെടുത്ത് വിളിക്കാതിരി പറ്റില്ല അച്ഛ 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 എഴുന്നേക്കച്ച അച്ഛ അച്ഛ സഞ്ജയുടെ മോളെ കവിത ചേച്ചി അമ്മൂനെ കൊണ്ട് രക്ഷപ്പെട്ടു പോയി അച്ഛ രക്ഷപ്പെട്ടു പോയെന്നോ? അവള് നമ്മൾ കരുതിയ പോലെ ഒന്നും അല്ല അച്ഛ പിടിക്കപ്പെടുമെന്നായപ്പോ അവള് തോക്കുമായിട്ട് വന്നു അമ്മൂനെ നേരെ തോക്കു ചൂണ്ടി എല്ലാവരെയും പേടിപ്പിച്ചിട്ട് അമ്മൂനെ കാറ് കയറ്റി കൊണ്ടുപോയി സഞ്ജു ഗോവിന്ദ് പിന്നാലെ പോയിട്ടുണ്ട് എന്റെ ഈശ്വരാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് എത്ര ദിവസം ഞാൻ വിനയെ കാത്തിരുന്നത്. എന്നിട്ട് വിനയ് വന്നത് കണ്ടില്ലേ? കണ്ണില് കണ്ട ഏതോ പെണ്ണിനെ വിളിച്ചോണ്ട്. എന്നിട്ടോ ഇല്ലാത്ത കുറ്റങ്ങൾ മുഴുവൻ എന്റെ പുറത്ത് വെച്ച് കെട്ടി തന്നു. എന്നിട്ടിപ്പോ ഡിവോഴ്സ് ചെയ്യാനും പോകുന്നു. ഇത്രയും നാളും വിനയെ പ്രതീക്ഷിച്ചിരുന്ന ഞാനിപ്പോ ഒന്നും അല്ലാത്തവളായി പോയില്ലേ? അങ്ങനെയുള്ള ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ആർക്കു വേണ്ടിയാ ജീവിച്ചിരിക്കുന്നത്? ഗാർഗി, ഇതൊന്നിന്റെ അവസാനമല്ല. നീയും വിനയും തമ്മിലുള്ള ജീവിതത്തിന് അന്ത്യം കുറിക്കുന്നതിനുള്ള സാഹചര്യമല്ല. വിനയ് ഒരു പെണ്ണിനെ കൊണ്ട് വന്നു എന്നുള്ളത് ശരി തന്നെയാ. പക്ഷേ അവക്ക് നിയമപരമായി എന്തവകാശ വിനയുടെ ജീവിതത്തിലുള്ളത്? ഒന്നുമില്ല. നിയമപരമായി ഗാർഗിയാണ് വിനയുടെ ഭാര്യ. ആ ബന്ധം അത്ര പെട്ടെന്നൊന്നും വിനയ് പറയും പോലെ വേർപെടുത്താനാവില്ല. അത് നീ മനസ്സിലാക്കണം. ഡിവോഴ്സ് വേണമെന്ന് വിനയ്ക്ക് വാ കൊണ്ട് പറയാവുന്നതേ ഉള്ളൂ. അതിന് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. അവിടെയും നിയമം നിനക്ക് തന്നെ അനുകൂലമായിരിക്കും. മോളെ, നീ വെറുതെ പൊട്ടത്തരം കാട്ടി കൂട്ടരുത്. വിനയുടെ സൗന്ദര്യവും പണവും കണ്ടിട്ടാ ആ പെണ്ണ് വിനയുടെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അവളുടെ ഈ ഭ്രമത്തിനൊക്കെ അല്പായുസേ ഉണ്ടാവൂ ഗാർഗി. അങ്ങനെ കരുതി ക്ഷമിച്ചിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. നീ ക്ഷമിക്കണം. ക്ഷമിച്ചേ പറ്റൂ. അല്ലാതെ അങ്ങനെ ഇടിപിടിയെന്ന് ഇതിനൊരു അവസാനം കാണാൻ പറ്റില്ല. എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. നീ നിരാശപ്പെടരുത്. പ്രതീക്ഷ കൈവിടരുത്. വിനയ് നിന്നിൽ നിന്നും എത്രത്തോളം അകലാൻ ശ്രമിച്ചാലും അത്രത്തോളം നീ അവനുമായി അടുക്കാൻ ശ്രമിക്കണം. അവൻ നിന്നെ ആട്ടിപ്പായിക്കാൻ നോക്കിയാലും നീ അവനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. സ്നേഹം കൊണ്ട് നീ അവനെ കീഴ്പ്പെടുത്തണം. നിന്റെ ആത്മാർത്ഥ സ്നേഹം തിരിച്ചറിഞ്ഞ് അവന് കുറ്റബോധം തോന്നണം. നിന്നെ മറന്ന് റിയയോടൊപ്പം ജീവിക്കാൻ തുനിഞ്ഞതിൽ അതിലവൻ പശ്ചാത്തപിക്കണം. ഒടുവിൽ റിയയെ ഉപേക്ഷിച്ച് അവൻ നിന്റെ അടുത്തേക്ക് തന്നെ വരണം. നീ വിചാരിച്ച അത് സാധിക്കും. നീ ഇപ്പോ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കാണിച്ച ഈ ധൈര്യമുണ്ടല്ലോ, ആ മനസ്സുറപ്പുണ്ടല്ലോ, അതിന്റെ 100-1 മതി ഇത് സാധിച്ചെടുക്കാൻ. നീ നോക്ക്, മരിക്കാനല്ല ധൈര്യം കാണിക്കേണ്ടത്, ജീവിക്കാനാണ്. ഏതായാലും എന്തിനും ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.
നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഉടനെ പാർട്ടീഷൻ ഉണ്ടാവുമോ? ഉണ്ടാവണം, ഉണ്ടാവും. അതുകൊണ്ടല്ലേ ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ ഞാൻ തന്നോട് പറഞ്ഞത്. അതൊന്ന് കൈ കിട്ടിക്കോട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു ബഡാ ബംഗ്ലാവ് നിനക്ക് ഞാൻ കെട്ടിത്തരും. You're so sweet. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ വിനയന്? അത് പിന്നെ ചോദിക്കാനുണ്ടോ? യു നോ യാ, ഐ ആം സോ ക്രേസി അബൌട്ട് യു. ഏയ് naughty boy. ചെല്ല്. നീ ഭ്രാന്ത് പിടിക്കണം മോനെ, നിന്നെ ഞാൻ ഭ്രാന്ത് പിടിപ്പിക്കും. ഏതായാലും വന്ന സ്ഥലം ബെസ്റ്റ്. കുറച്ചു ദിവസം ഈ പൊട്ടന്റെ കൂടെ നാടകം കളിച്ചിട്ട് ഇവന് കിട്ടുന്ന കോടിയും കൊണ്ട് ഞാൻ അങ്ങ് മുങ്ങും. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ എഴുതി വാ തുറക്കരുത്. നിന്നെയൊക്കെ ഡിവോഴ്സ് ചെയ്യണം, അതോട് വേണ്ടത്. റിയെ ഏതു വിധേനയും വിനയുടെ ജീവിതത്തിൽ നിന്ന് ആട്ടിപ്പായിച്ച് മതിയാകൂ. ആ ബന്ധം അവസാനിപ്പിച്ചിട്ട് ഗാർഗിയെ രക്ഷിക്കണം. പാർവതി, ജയ, പാർവതി, നീ ഉദ്ദേശിച്ചത് ശരി തന്നെയാ. ഞാൻ ഉദ്ദേശിച്ച ചീത്ത സ്ത്രീ റിയ തന്നെയാ. അവള് വെറും ഒരു സാധാരണ പെണ്ണല്ല. അവളുടെ ഉള്ളിൽ നിറയെ വിഷമാണ്. അവൾ ഇതിനു മുമ്പും പല കുടുംബങ്ങളിലും പല പ്രശ്നവും ഉണ്ടാക്കിയിട്ടുണ്ട്. പലയിടത്തു നിന്നും അവളെ സ്വത്തുക്കൾ അപഹരിച്ചിട്ടുണ്ട്. പലരെയും കുത്തുവാളടുപ്പിച്ചിട്ടുണ്ട്. ഇവള് കാരണം ജീവിതം തകർന്ന ചിലർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കും അപകടകാരിയാണ് അവൾ. അതുകൊണ്ട് അവളോട് പെരുമാറുമ്പോ നീ സൂക്ഷിക്കണം. അവള് കാരണം ഗാർഗിക്ക് ഇനിയും ദോഷങ്ങൾ വരും. ജീവന് ആപത്ത് തന്നെ സംഭവിക്കും. ഗാർഗിയുടെ മേൽ എപ്പോഴും നിന്റെ ഒരു കണ്ണുണ്ടാവണം. നീ വേണം റിയയിൽ നിന്നും അവളെ രക്ഷിക്കാൻ. ജയ, ഞാനും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ അധികം വൈകരുത്. എത്രയും പെട്ടെന്ന് നീ അവളെ ഈ വീട്ടിൽ നിന്ന് തുരത്തണം. നീയും വിശാലും ഏറെ ജാഗ്രതയോടെ ഇരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നെ തകർക്കാൻ മുൻകൈ എടുത്തിരുന്ന ശ്യാമ ഇപ്പോ വസുന്ധരാമയുടെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകളായി ആ കുടുംബത്തിൽ വിലസുക. ഞാൻ വെറും അനാഥ. എന്റെ സ്വപ്നങ്ങളെല്ലാം തകിടം മറിച്ചത് ശ്യാമയുടെ ആ പ്രഗ്നൻസിയാ. അമ്മ അഖിയുടെ കുഞ്ഞെന്നും പറഞ്ഞ് സദാസമയവും അവളുടെ പിന്നാലെ നടന്ന് തേനും പാലും ഒഴുക്കുക. ഈ ഗർഭം എന്ന് പറഞ്ഞ ഇത്ര വിലയുള്ള കാര്യമാണെന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലായത്. അവിടെ എല്ലാവരും കൈവെള്ളയിൽ എടുത്തു വെച്ച് നടക്കല്ലേ ശ്യാമേ. അന്നാ സിദ്ധന്റെ വിഷപ്പൊടി കുടിച്ച് ഞാനൊന്ന് ഒമിറ്റ് ചെയ്തു. അപ്പൊ അമ്മ അമൃതയെടുത്തി ഓടി വന്ന് എന്താ ഏതാ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊക്കെ ചോദിക്കുക.
പിന്നെ മാറി നിന്ന് ഇവൾക്കും വിശേഷമുണ്ടെന്നാ തോന്നുന്നൊരു കമന്റും കേട്ടപ്പോ നാണം കെട്ട് എന്റെ തൊലി ഉരിഞ്ഞുപോയി. അങ്ങനെ സംഭവിച്ചോ? അങ്ങനൊരു ഗതികേട് എന്റെ ജീവിതത്തിലുണ്ടായി. എന്നാ ഐശ്വര്യ ഇപ്പൊ പറഞ്ഞ ആ ഗതികേട് തന്നെ അങ്ങ് തുടർന്നാലോ? മനസ്സിലായില്ല. ഐശ്വര്യ പറഞ്ഞില്ലേ പ്രഗ്നൻസി എന്ന് പറഞ്ഞ ഇത്ര വിലയുള്ള കാര്യമാണെന്ന്. ആ, എനിക്കതിന്റെ മഹത്വം എന്താന്ന് അറിയാൻ ചോദിച്ചതാ. അതത്ര മഹത്വമുള്ള കാര്യം തന്നെ. പ്രഗ്നൻസി ഏത് കുടുംബത്തിലും ശരിക്കും ഒരു വിലയുള്ള കാര്യം തന്നെ. ഇപ്പൊ ഐശ്വര്യ തന്നെ പറഞ്ഞില്ലേ പ്രഗ്നന്റ് ആയ ശ്യാമയെ വസുന്ധര കൈവെള്ളയിൽ വെച്ചാ നടക്കുന്നതെന്ന്. പഴയ വെറുപ്പൊക്കെ മാറിയെന്ന്. ഇപ്പൊ അവൾക്ക് തേനും പാലും ഒക്കെ ഒഴുക്കുകയാണെന്ന്. അത് കാണുമ്പോ എനിക്ക് പെരുത്ത് കേറുക. അതിനു പകരം ഐശ്വര്യയും ശ്യാമയുടെ ആ അവസ്ഥയിൽ എത്തിയാലോ? എന്ന് പറഞ്ഞ ഞാനും അവളെ പോലെ ഗർഭിണിയാവണമെന്നാണോ മായ പറയുന്നേ? എന്നെ അതിനൊന്നും കിട്ടത്തില്ല. ഗർഭിണിയാക്കാൻ വയ്യെങ്കിൽ വേണ്ട. ഐശ്വര്യക്ക് ഗർഭിണിയായിട്ടൊന്ന് അഭിനയിക്കാലോ. മായ എന്തൊക്കെയാ പറയുന്നേ? ഐശ്വര്യ തന്നെ പറഞ്ഞല്ലോ ഐശ്വര്യ വൊമിറ്റ് ചെയ്തപ്പോ വസുന്ധരയും അമൃതയും ഒക്കെ സ്നേഹം കാണിച്ചെന്ന്. അതെ. അപ്പോ നമുക്ക് ആ റൂട്ട് തന്നെ ഒന്ന് പിടിച്ചാലോ? ഐശ്വര്യ വെറുതെ അങ്ങ് ഗർഭം അങ്ങ് അഭിനയിക്കുക. അഭിനയിക്കേ? ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം ഐശ്വര്യ, നിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം ഏക സൊല്യൂഷൻ അതാണ്. നീ ഗർഭിണിയാണെന്നറിഞ്ഞ ആ വീട്ടിലെ വസുന്ധര ഉൾപ്പെടെ എല്ലാരും നിന്നെ സ്നേഹിച്ചു തുടങ്ങും. പിന്നെ അരുൺ, അവന്റെ ഡിവോഴ്സ് കേസ്, അവൻ നിന്റെ ഗർഭത്തിന് മുന്നിൽ മുട്ടുമടക്കും. മായ പറയുന്നതൊക്കെ നടക്കൂ? നടക്കും. മായ പറയുന്ന നടന്നിരിക്കും. ഗർഭം വെറുതെ അഭിനയിച്ച പോരാ, അതിന് ചില മുന്നൊരുക്കങ്ങളൊക്കെ വേണം. ഐശ്വര്യ വാ, എന്താ ഏതാ വേണ്ടെന്ന് നമുക്ക് നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ കണ്ണ, നീ എന്നെ ഒരുപാടൊന്ന് പേടിപ്പിച്ച് കളഞ്ഞു കേട്ടോ. ഒടുവിൽ നീ എല്ലാം ശുഭാക്കി തന്നു. എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെയും നിരീക്ഷിച്ചു. കണ്ണ, ഇനി എന്നെ ഇങ്ങനെ പേടിപ്പിക്കില്ല കേട്ടോ. പേടിപ്പിച്ചാ ഞാൻ നിന്നോട് പിണങ്ങും, ഉറപ്പാ. എന്റെ ഉണ്ണിക്കണ്ണ, എന്റെ കുസൃതി കണ്ണ, നിന്റെ സൗന്ദര്യമുള്ളൊരു മോനെ എനിക്ക് വേണ്ടേ. ഞാനെന്തൊരു പൊട്ടിയാ, ഞാനെന്തിനാ നിന്നോട് പരിഭവം പറയുന്നത്? നീ തന്നെ എന്റെ വയറ്റിൽ വന്ന് പറഞ്ഞിരിക്കല്ലേ. നീ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ എനിക്ക് ഒരു സമാധാനവും തരില്ല, അതെനിക്കറിയാം. അമ്പാടിയിലെ യശോദാമയായിട്ട് നീ ഒരുപാട് വട്ടം ചുറ്റിച്ചതാ. എനിക്കറിയാം നിന്റെ കുസൃതികള്. അതുപോലെ എന്നെയും നീ ഒരുപാട് ബുദ്ധിമുട്ടിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. സാരമില്ല, അതൊക്കെ ഞാൻ സഹിച്ചു. ഉണ്ണിക്കണ്ണന്റെ കുസൃതികളെ എനിക്കെന്നല്ല ഏതമ്മമാർക്കും വലിയ ഇഷ്ടാ. എത്രയും പെട്ടെന്ന് നിന്റെ കുസൃതികളുമായിട്ട് എന്റെ അടുത്തേക്കൊന്ന് വന്നാ മതി. എനിക്കിപ്പം നിന്നെ കാണാൻ കൊതിയാവാ. എന്റെ കണ്ണ, എത്രയും വേഗം നീ എന്റെ കുഞ്ഞായി എന്റെ അടുത്തേക്ക് വരണം കേട്ടോ. ഇല്ലെങ്കിൽ നോക്കിക്കോ, ഞാൻ നിന്നോട് പിണങ്ങും.
മോനും ഇപ്പൊ അങ്ങനെയാ. ആ നന്നായി. ശ്യാമയുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. ശ്യാമയെ പോലൊരു മോള് വേണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ തന്റെ ഈ ഇഷ്ടം കാണുമ്പോ ഞാൻ എന്റെ ആഗ്രഹം മാറ്റിവെക്കാൻ പോവാ. ശ്യാമയുടെ മോഹം പോലെ നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ കുസൃതിയുള്ള ഒരു മോന്തനായിക്കോട്ടെ, അത് മതി. അപ്പൊ ആ കുസൃതിയായ ഉണ്ണിക്കണ്ണനെ എന്ന് എനിക്ക് തരുക. എനിക്കും അവനെ കാണാൻ കൊതിയായി. നോക്കട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓ, ഇപ്പൊ തന്നെ ഇത്രയ്ക്ക് ഗമയായോ? അപ്പൊ ഇനി ഉണ്ണിക്കണ്ണനെ പ്രസവിക്ക കൂടി ചെയ്താലോ? അപ്പോ ഗമ കുറച്ചുകൂടി കൂടും. അപ്പൊ ഞാനേ സാക്ഷാൽ ഉണ്ണിക്കണ്ണന്റെ അമ്മയാ, അത് മറക്കണ്ട. വസുന്ധര എങ്ങനെയെങ്കിലും തകർത്ത് തരിപ്പണമാക്കണം. ഐശ്വര്യ, ഇത് പിടിക്കേ, സ്കാനിംഗ് റിപ്പോർട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവരിപ്പോഴും ലൈലെ മജ്നുവിനെ പോലെയാ. അതാരാ ഈ ലൈലേ മജ്നു? അയൽവക്കക്കാരോ? അതൊന്നും അല്ലെന്നേ, ആ അറബി കഥയിലെ പ്രണയ ജോഡികള്. ഓ, അവര് നമ്മുടെ ലൈല മജ്നുമാര്. അവരെ പോലെയാണോ ഇവര്? സംശയം എന്ത്? ഇന്ദ്രജയുടെ അനുജത്തി മാധുരി തട്ടിപ്പോയതില് ഏറ്റവും കൂടുതൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നത് ഇവളാ, ആ നന്ദിനി. അതെനിക്കറിയാം. അക്കാര്യം പ്രത്യേകിച്ചൊന്നും പറയണ്ട. എന്റെ അനിയത്തിയെ കൊന്നത് ഇവളും അവനും കൂടിയാ, അതിനൊരു സംശയവും വേണ്ട. ആ കഥ എനിക്കും അറിയാം. അങ്ങനെ മാധുരിയെ ഇവര് രണ്ടുപേരും ചേർന്ന് കൊല്ലണമെങ്കില് അതിന്റെ അർത്ഥം എന്താ? നന്ദിനിക്കും ജയറാമിനും ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കണം, അത് തന്നെ കാര്യം. അത് അവര് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. ആ അണ്ടർസ്റ്റാൻഡ് ഞാൻ തകർക്കും. അവര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ഈ ഇന്ദ്രജ അവസരം കൊടുക്കില്ല. അവനെ മാത്രമല്ല, അവളെ ഞാൻ ജയിലിലേക്ക് അയക്കും. അയക്കണം. ചെമ്പകമംഗലത്ത് നിന്ന് ഈ രണ്ടെണ്ണം പോയി തുടങ്ങിയാലേ എനിക്കൊരു സമാധാന സ്വസ്ഥതയുണ്ടാവും. ഇത് മാത്രമല്ല സാവിത്രി, ഇവൻ ഈ ജയറാം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആവാൻ പോവുക. സാവിത്രിയുടെ ശത്രു. അത് മനസ്സിലായില്ലേ? അവൻ ഇവിടെ പറ്റിക്കൂടിയിരിക്കുന്നതും ഇവിടെ പലരെയും കയ്യിലെടുക്കാൻ നോക്കുന്നതും വേറെ ലക്ഷ്യത്തിന്. എന്ത് ലക്ഷ്യം? കാർത്തിക്കിന് രാജലക്ഷ്മി അമ്മ കൊടുത്ത ഇഷ്ടദാന ആധാരത്തിന് മേൽ ജയറാമൻ കത്രിക പൂട്ടിടും. ജഗദീഷിനെയും കൂട്ടുപിടിച്ച് ഇവൻ സിവിൽ കോർട്ടിൽ പോവും. രാജലക്ഷ്മി അമ്മ കൂടി എസ് മൂളിയാല് ഇഷ്ടദാന ആധാരം സ്വാഹ. അങ്ങനെയൊക്കെ സംഭവിക്കൂ? സംഭവിക്കാം. ഈ ശാന്തമായ ഭാവത്തിലൊന്നും നടക്കുന്നവരല്ല സാക്ഷാത് ജയറാമൻ. ഇവനും ജഗദീഷും കൂടി കൂടിയാലേ സാവിത്രി ഔട്ട്. അതിനി എന്ത് ചെയ്യും ഇന്ദ്രജ? അതിനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടെത്തി തരാം. സാവിത്രി എന്റെ കൂടെ നിന്നാ മാത്രം മതി. അക്കാര്യം ഞാൻ നടപ്പാക്കി തരാം. ഇപ്പൊ തന്നെ അതിനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ഒത്തുവന്നിരിക്കുക. അതുകൊണ്ട് ആദ്യം പറ, ഈ പൂജയുടെ ചടങ്ങുകളൊക്കെ എങ്ങനെയാ? ക്ഷേത്രത്തിലെ പൂജകളാണോ? അതെ. ആ, പൂജ ചെയ്യുന്ന സ്ത്രീയുടെ കയ്യില് 3 നാളികേരം വേണം. അവളാ നാളികേരവുമായി ക്ഷേത്രത്തിന് 3 വട്ടം വലം വെക്കണം. എന്നിട്ട് സകല പാപങ്ങളും ക്ഷമിക്കാൻ പ്രാർത്ഥിച്ച് നടക്കരികിലുള്ള കല്ലില് നാളികേരം എറിഞ്ഞുടയ്ക്കണം. നാളികേരം എറിഞ്ഞുടയ്ക്കണം? അതെ. നന്ദിനിയുടെ ജീവിതം കൂടി അങ്ങ് ഉടഞ്ഞു പൊടിഞ്ഞു തീർന്നാലോ? സാവിത്രി, ഇന്ദ്രജിക്ക് കനിവും കാരുണ്യവും ഒക്കെ ഉണ്ട്. അത് എന്നെ സ്നേഹിക്കുന്നവരോട് മാത്രം. അല്ലാത്തവരോട് എനിക്ക് യാതൊരു ദയയുമില്ല. നീതിയും നിയമവും മാനുഷിക മൂല്യവും തകർക്കപ്പെടുന്ന ഒരു ലോകമാണിത്. തെറ്റു മാത്രമുള്ള ഒരു ലോകത്ത്
തെറ്റ് ചെയ്യാതിരിക്കുന്നതാണ് തെറ്റ്. പൂജാ ദിവസം നന്ദിനിയുടെ അവസാന ദിവസമായിരിക്കും. കുറിച്ചു വെച്ചോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എത്ര വർഷങ്ങൾ കടന്നുപോയി ഞാൻ ജയേട്ടനോടൊപ്പം യാത്ര ചെയ്തിട്ട്. ഒട്ടും പ്രതീക്ഷിച്ചതല്ല വീണ്ടും ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുമെന്ന്, അതും അമ്പലത്തിലേക്ക്. ഇങ്ങനെ ഒരു നല്ല നാളെ വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഒരുപക്ഷെ ദേവി എനിക്ക് തിരികെ തരാൻ വേണ്ടി ദൈവവുമായിട്ട് ഒരുക്കിയ അവസരമായിരിക്കും ഇത്. നാളെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന പ്രശ്നപരിഹാര പൂജയിലൂടെ നിന്റെ വേദനകൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും. അമ്മയുടെ മനസ്സ് വലിയും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി പൂജയും ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജേട്ടൻ ഒരു പാവ. മാധുരിയുടെ ഒരു ചതിയില് ജേട്ടൻ വീണു പോയതായിരിക്കും. അതുകൊണ്ട് പാവം ജേട്ടൻ എന്തൊക്കെ അനുഭവിച്ചു. ഒരു കടലോളം സ്നേഹം എനിക്ക് തന്നോളാം എന്റെ ദേവി. അത് തിരിച്ചറിഞ്ഞിട്ടും എനിക്കെന്റെ ദേവി ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. എന്തൊരു വിധി. നാളെ നമ്മൾ ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോകുന്നു. അതെ ദേവി, എത്ര കാലമല്ലേ ഒരുമിച്ചൊക്കെ പുറത്തേക്ക് പോയിട്ട്. സന്തോഷമല്ലേ? ആ നറുക്കെടുപ്പിൽ നമ്മുടെ രണ്ടുപേരുടെയും പേരുകൾ എഴുതിയിട്ടത് ആരാണ്? ദേവിയാണോ? ഞാനല്ല. നാളത്തെ ഒരു ദിവസത്തെ സന്തോഷത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. ദേവിക്കും മീനാക്ഷി പോലെ പോലെ അമ്മ പോവണ്ട. ഞാനേ അബദ്ധത്തിൽ വന്നതാ. ഇനി കട്ടറുമ്പാവില്ല. ആ, ഞാൻ വേഗം തിരിച്ചു പോയിക്കോളാം. നീ പോവണ്ടേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.